ഒരു യൂസറിന്റെ ഇൻട്രാക്ഷൻ അനുസരിച്ച് ആൽഗോരിതം ചേഞ്ചസ് അല്ലെങ്കിൽ യൂസറിന്റെ ഇൻട്രാക്ഷൻ ഒരു വെബ്സൈറ്റിന് യൂസറിന്റെ ഇൻട്രാക്ഷൻ എത്രത്തോളം കിട്ടുന്നു അതിനനുസരിച്ച് റാങ്കിങ് മെച്ചപ്പെടുകയും യൂസറിന്റെ ഇൻട്രാക്ഷൻ വലിയ രീതിയിൽ കിട്ടാത്ത വെബ്സൈറ്റുകൾക്ക് റാങ്കിങ് മോശപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് 2009 വന്നത്. അതാണ് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് 2010 ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്ന പല ചേഞ്ചസ് ആണ്. നമ്മൾ 2009 വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 ഗൂഗിൾ സജസ്റ്റ് എന്നുള്ള മെക്കാനിസം കൊണ്ടുവന്നു, പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട് കൊണ്ടുവന്നു, കുറെ ഫീച്ചേഴ്സ് ഗൂഗിൾ ആഡ് ചെയ്തു അല്ലേ. കാൽക്കുലേറ്റർ പോലെ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ വെതർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെതർ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽസ് കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയിൽ ഗൂഗിൾ കുറെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു. 2009 യൂസറിന്റെ ഇൻട്രാക്ഷൻ കുറഞ്ഞ വെബ്സൈറ്റുകൾക്ക്, ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകൾക്ക് റാങ്കിങ് താഴോട്ട് പോകും, എന്നാൽ ഇൻട്രാക്ഷൻ കൂടുന്ന വെബ്സൈറ്റുകൾക്ക് റാങ്കിങ് മെച്ചപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ഓരോ ആൽഗോരിതം ചേഞ്ചസ് ഗൂഗിൾ വരുത്തി കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ എല്ലാത്തിന്റെയും ഒരു കോമൺ ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂസേഴ്സിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക. എങ്ങനെ, എന്ത് ചെയ്തുകൊണ്ട്? ക്വാളിറ്റിയുള്ള റിസൾട്ട് കൊടുത്തുകൊണ്ട് യൂസേഴ്സിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ SEO ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റിന്റെ ക്വാളിറ്റി വ്യക്തമായിട്ട് നിലനിർത്തുക. ക്വാളിറ്റിക്ക് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ ഇരിക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി 2010 കണക്കെടുക്കുകയാണെന്ന് 2009 യൂസറിന്റെ ഇൻട്രാക്ഷൻ അനുസരിച്ച് റാങ്കിങ് മെച്ചപ്പെടും. ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകൾക്ക് റാങ്കിങ് മെല്ലെ കുറഞ്ഞു പോകും, ഇൻട്രാക്ഷൻ കൂടുന്ന വെബ്സൈറ്റുകൾക്ക്. അവിടെ ഒരു വെബ്സൈറ്റിൽ എത്തുന്ന യൂസർ അയാൾ എത്തിയത് മുതൽ ആ വെബ്സൈറ്റിനകത്ത് സ്പെൻഡ് ചെയ്ത ടൈം, അയാൾ എക്സിറ്റ് ചെയ്ത സമയം, ഇതൊക്കെ ഗൂഗിള് പല ഡാറ്റാ സെന്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വെബ്സൈറ്റിൽ എത്തി ആൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തു, ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ പോയി, ഇതൊക്കെ കണക്കിലാക്കും. പിറ്റേ ദിവസം അയാൾ അതേ വെബ്സൈറ്റിനകത്ത് വന്നാലും ഈ ഡേറ്റ അവരെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഇന്ന് alina.com എത്തിയ ഒരു യൂസർ നാളെ വീണ്ടും വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് റീവിസിറ്റ്. ഒരു വെബ്സൈറ്റിനെ വിസിറ്റ് ചെയ്ത ആള് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ആ വെബ്സൈറ്റിനെ റീവിസിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ കൃത്യമായിട്ട് ഗൂഗിളിന് കിട്ടിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന് ഗുണമാണുള്ളത്. അപ്പൊ അതുപോലെ റീവിസിറ്റ് ചെയ്യുക, റെഗുലർ വിസിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെബ്സൈറ്റിൽ എത്തിയ ആള് അതിനകത്ത് കണ്ട 2 ബ്ലോഗ് പോസ്റ്റുകൾ കണ്ട് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു? സബ്സ്ക്രൈബ് ചെയ്തു. നോർമലി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അയാളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബ്ലോഗ് അവർ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ അയാൾക്ക് അത് ആഗ്രഹിച്ചിട്ടല്ലേ ആദ്യം SEO ടിപ്സ് ഒക്കെ കണ്ട് വായിച്ച് ഇഷ്ടപ്പെട്ട ആള് അടുത്തൊരു ബ്ലോഗ് പോസ്റ്റ് വായിച്ചപ്പോൾ ട്വിറ്ററിനകത്ത് എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാം എന്നുള്ള ഒരു ബ്ലോഗാണ് കണ്ടത്. ഇത് രണ്ടും കണ്ടറിനെ തന്നെ അയാൾ എന്ത് തീരുമാനിച്ചു? ഈ ബ്ലോഗിനകത്ത് ഇനി വരുന്ന എല്ലാ പോസ്റ്റും അവർക്ക് ആവശ്യമുള്ളതാണ്, അത് ആവശ്യമുള്ള രീതിയിൽ അതിനടുത്ത് ഇനി പബ്ലിഷ് ചെയ്യുമ്പോൾ അത് കിട്ടത്തക്ക രീതിയിൽ അയാൾ എന്ത് ചെയ്തു? അതിനെ സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഈ ബ്ലോഗിനകത്ത് പുതിയ പോസ്റ്റ് ഇടുമ്പോൾ അയാൾ വീണ്ടും എത്തും. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പോസ്റ്റ് ഇടുമ്പോൾ അയാൾ വീണ്ടും എത്തും. അങ്ങനെ ആ വെബ്സൈറ്റിനകത്ത് റെഗുലർ ആയിട്ട് അയാളുടെ വിസിറ്റ് കിട്ടുന്ന രീതിയിൽ വരുമ്പോൾ ഗൂഗിൾ ആ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. കാരണം ഒരു വെബ്സൈറ്റ് ഒരു യൂസർ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന എന്തോ ഒരു സംഗതി അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെ കാര്യം നോക്കിയേ, നമ്മൾ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യാറുള്ള സൈറ്റുകൾ നോക്കിയേ, ഗൂഗിൾ നമ്മൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. എന്തിന്? നമ്മൾ സെർച്ച് ചെയ്യാൻ വരുന്നുണ്ട്. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അത് നമുക്ക് വീണ്ടും വീണ്ടും വരുന്ന സമയത്തെല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്. ജിമെയിൽ നമ്മൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് അല്ലേ. നമ്മൾ മെയിൽ ഓപ്പൺ ആക്കണം, മെയിൽ അയക്കണം, നമുക്ക് വന്നിരിക്കുന്ന മെയിൽ വായിച്ചു നോക്കണം, പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ഇടുന്ന പോസ്റ്റുകൾ കാണണം അല്ലേ. നമുക്ക് പോസ്റ്റ് ഇടണം, അതിന് ഇൻട്രാക്ഷൻ കിട്ടിയെന്ന് നോക്കണം. ഓരോ ഇൻട്രാക്ഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് വരും, റിപ്ലൈ കൊടുക്കും, ലൈക്ക് കൊടുക്കും, കമന്റ് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? റെഗുലറായിട്ട് അതിനകത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ട്രസ്റ്റ് വാല്യൂ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ റെഗുലർ ആയിട്ടിരിക്കുന്ന വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ ചെല്ലാൻ കാരണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ആ വെബ്സൈറ്റിനകത്ത് അത് വായിച്ചു നോക്കാനെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടി വരുമ്പോൾ ആ വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റിലേക്ക് വരത്തക്ക രീതിയിലുള്ള എന്തോ ഒരു സാധനം, ഒരു വാല്യൂ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ഗൂഗിൾ അവിടെ അനുമാനിക്കുക. അപ്പൊ ഒരു വെബ്സൈറ്റിനകത്ത് കൂടുതലായിട്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിന് അത് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 2009 കഴിഞ്ഞ് 2010 വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളൊക്കെ ഒത്തിരി ആൾക്കാരുടെ നെറ്റ് ഉപയോഗത്തിനൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വർഷമായി 2010 മാറി. ഫേസ്ബുക്ക്, ഓർക്കുട്ട് പോലെയൊക്കെയുള്ള സോഷ്യൽ മീഡിയകളുടെയൊക്കെ ഒരു പീക്ക് ടൈം. ലോകത്ത് നെറ്റ് ഉപയോഗിക്കുന്ന, ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും
മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയായി സോഷ്യൽ മീഡിയകൾ മാറിയപ്പോൾ അതും റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകമാക്കി ഗൂഗിൾ മാറ്റുകയാണുണ്ടായത്. ഇതാണ് സോഷ്യൽ മീഡിയ സിഗ്നൽ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഒരു സോഷ്യൽ മീഡിയ സിഗ്നൽസ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകമാക്കി ഗൂഗിൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഒരുപാട് ആർട്ടിക്കിളിനകത്ത് അങ്ങനെ തന്നെ ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ സിഗ്നൽസ് ഒരു വെബ്സൈറ്റിനകത്ത് സോഷ്യൽ മീഡിയകളിൽ ഒരു വെബ്സൈറ്റിനകത്ത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു, സോഷ്യൽ മീഡിയകളിലേക്ക് എത്ര പ്രാവശ്യം ആ വെബ്സൈറ്റിന്റെ പേജുകൾ ഷെയർ ചെയ്യപ്പെടുന്നു, ആ വെബ്സൈറ്റിനെ പറ്റി എത്ര പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു, മെൻഷൻസ് നടക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഗൂഗിൾ സോഷ്യൽ മീഡിയ സിഗ്നലിനകത്ത് ഉൾപ്പെടുത്തിയത്. ഉദാഹരണത്തിന് അലീനയും അശ്വതിയും കോമ്പീറ്റ് ചെയ്യുന്ന 2 വെബ്സൈറ്റുകളാണ്. അലീന പബ്ലിഷ് ചെയ്തിരിക്കുന്ന വെബ് പേജിനെ സോഷ്യൽ മീഡിയകളായിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ഷെയർ ചെയ്യുമ്പോൾ അലീനയ്ക്ക് അത്യാവശ്യത്തിന് സോഷ്യൽ മീഡിയ സിഗ്നൽ കിട്ടും. അപ്പൊ ഇത് ആദ്യം ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അതൊരു റാങ്കിങ് ഫാക്ടറായി. നേരത്തെ നമ്മൾ റാങ്കിങ് ഫാക്ടറുകൾ നോക്കി കഴിഞ്ഞാൽ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സമയത്ത് നമ്മളെ വെബ്സൈറ്റിനകത്തുള്ള കീവേഡിന്റെ നമ്പർ ഓഫ് യൂസേജ് നമ്മളെ റാങ്കിങ്ങിനെ സ്വാധീനിച്ചു, ഹെൽപ്പ് ചെയ്തു. ലിങ്ക് സ്പെസിഫിക് ആക്കിയപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്ക്സുകൾ നമ്മളെ റാങ്കിങ്ങിനെ സ്വാധീനിച്ചു. ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കിയപ്പോൾ പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്ന ലിങ്ക്സ് നമ്മളെ റാങ്കിങ്ങിന് സപ്പോർട്ട് ചെയ്തു. അതുപോലെ പിന്നീട് വന്ന സംഗതികളോ നമ്മളെ വെബ്സൈറ്റിനകത്ത് എത്രത്തോളം ഇൻട്രാക്ഷൻസ് കിട്ടുന്നോ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിനെ സ്വാധീനിച്ചു. കറക്റ്റ് അല്ലേ? അതേപോലെ 2010 ആയപ്പോൾ നമ്മളെ വെബ്സൈറ്റുകൾ എത്രത്തോളം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. ഇപ്പൊ അലീനയുടെ വെബ്സൈറ്റ് ഒരു ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിനെ ഫേസ്ബുക്കിനകത്ത് ഷെയർ ചെയ്തു. അത് അലീനയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. സെയിം ടൈമിൽ അലീന അടുത്ത് കോമ്പീറ്റ് ചെയ്യുന്ന അശ്വതി അത് ചെയ്തില്ല. അപ്പൊ ആർക്കാ കൂടുതൽ പ്രാധാന്യം കിട്ടുക? അലീനയ്ക്ക് പ്രാധാന്യം കിട്ടും. ഇതാണ് സോഷ്യൽ മീഡിയ സിഗ്നൽ. പക്ഷേ ഗ്രാജുവലി ഇത് എല്ലാ ആൾക്കാരും ഉപയോഗിക്കാൻ തുടങ്ങി. അലീന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്തുമ്പോൾ അശ്വതി കോമ്പീറ്റർ കണ്ടോണ്ടിരിക്കുമോ? അവരിത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം സോഷ്യൽ മീഡിയ അലീനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന സംഗതിയല്ല, എല്ലാ ആൾക്കാരും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലാതായി മാറി. അതായത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ റാങ്കിങ് മെച്ചപ്പെടണമെന്നില്ല. പിന്നെ എന്താ സംഭവിച്ചത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേജിനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര എൻഗേജ്മെന്റ്സ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്ര ഇന്ററാക്ഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, അതൊരു പ്രധാനപ്പെട്ട സംഗതിയായി. അപ്പൊ അലീന ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ആൾക്കാർ വന്ന് ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് എൻഗേജ്മെന്റ്സ് കിട്ടുമ്പോൾ അലീനയുടെ വെബ്സൈറ്റിന് റാങ്കിങ്ങിന് അത് സ്വാധീനിക്കുന്ന ഘടകമായി. എന്നാൽ അശ്വതി ഷെയർ ചെയ്തിട്ട് എന്ത് കിട്ടുന്നില്ല? അധികം ഇന്ററാക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അവിടെ ആർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കിട്ടുക? അലീനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. ഇനി നമ്പർ ഓഫ് ഇന്ററാക്ഷൻ നമ്മളൊരു ഉദാഹരണത്തിന് അലീന ഷെയർ ചെയ്തപ്പോൾ 5 ലൈക്ക് കിട്ടി, അതേപോലെ തന്നെ അശ്വതി ഷെയർ ചെയ്തപ്പോൾ 5 ലൈക്ക് കിട്ടി. ഇതിൽ ആരെ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇൻഫ്ലുവൻഷ്യൽ പവർ എന്ന് പറഞ്ഞൊരു സംഗതി ഗൂഗിൾ അളന്ന് നോക്കാറുണ്ട്. ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിന് കിട്ടുന്ന ഇൻഫ്ലുവൻഷ്യൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നൊക്കെ ചോദിക്കാം. ഇന്റർവ്യൂവിനൊക്കെ ഒരു സോഷ്യൽ മീഡിയ പവർ അല്ലെങ്കിൽ ഒരാളിന്റെ ഇൻഫ്ലുവൻഷ്യൽ പവർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കേൾക്കുന്ന ആൾക്കാർ പറയാൻ ചാൻസ് ഉള്ള ഒരു ആൻസർ അവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് അലീന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ബ്ലോഗ് പോസ്റ്റിനെ ഷെയർ ചെയ്തപ്പോൾ 5 ലൈക്ക് കിട്ടി, അശ്വതി ഷെയർ ചെയ്തപ്പോൾ 5 ലൈക്ക് കിട്ടി. പക്ഷെ അലീനയുടെ പോസ്റ്റിനെ ഷെയർ ചെയ്തപ്പോൾ ഒരാൾ ലൈക്ക് ചെയ്ത അല്ലെങ്കിൽ ഷെയർ ചെയ്ത ഒരാളിന്റെ സോഷ്യൽ അതോറിറ്റി സ്കോർ കൂടുതലാണ്, ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടുതലാണ്. ഉദാഹരണത്തിന് അലീനയുടെ സ്ഥലത്തുള്ള MLA അതിനെ ലൈക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ലൈക്ക് ചെയ്തു, അല്ലെങ്കിൽ കമന്റ് ചെയ്തു. അപ്പൊ അവിടെ കിട്ടിയ ഒരു ഇന്ററാക്ഷൻ ഇൻഫ്ലുവൻഷ്യൽ